ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത് ഏത് പദാർത്ഥമാണ്? സുക്രോസ്. വൈറ്റ് ഗോൾഡ് എന്നറിയപ്പെടുന്ന കാർഷിക ഉൽപ്പന്നം ഏത്? കശുവണ്ടി. ഡോട്ട്സ് ചികിത്സാരീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷയരോഗം. ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? ഗ്രാഫൈറ്റ്. സോഡാജലത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? കാർബോണിക് ആസിഡ്. ഭൂമിയുടെ പേരിൽ അറിയപ്പെടുന്ന ലോഹം ഏത്? ടെലൂറിയം. കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായ ആദ്യ കേരള മുഖ്യമന്ത്രി ആര്? എ.കെ. ആന്റണി. കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി? ക്ലിഫ് ഹൗസ്. കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ആര്? ജ്യോതി വെങ്കിടാചലം. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്നത് എവിടെ? വടക്കൻ പറവൂർ. കോളറ രോഗത്തിനു കാരണമായ ബാക്ടീരിയ ഏതാണ്? വിബ്രിയോ കോളറ. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ആര്? ആർ. ശങ്കർ. കേരള നിയമസഭയിൽ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ചതാര്? തോമസ് ഐസക്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റിതര മുഖ്യമന്ത്രി ആര്? പട്ടം താണുപിള്ള. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായതാര്? രമേശ് ചെന്നിത്തല. ഏറ്റവും കൂടുതൽ തവണ കേരള മുഖ്യമന്ത്രിയായത് ആര്? കെ. കരുണാകരൻ. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കേരള നിയമസഭയിൽ നിന്ന് അയോഗ്യനാക്കപ്പെട്ട ഏക വ്യക്തി ആര്? ആർ. ബാലകൃഷ്ണപിള്ള. എത്ര തവണയാണ് കേരളം രാഷ്ട്രപതി ഭരണത്തിന് കീഴിൽ ആയത്? 7 തവണ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രി ആയിരുന്നതാര്? കെ. എം. മാണി. ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ആര്? ചാൾസ് ഡയസ്. രാജ്യസഭാംഗമായ ആദ്യ കേരളീയ വനിത ആര്? ലക്ഷ്മി എൻ. മേനോൻ. ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി സ്പീക്കറായിരുന്ന വ്യക്തി ആര്? എം. വിജയകുമാർ. ഒന്നാം കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വ്യക്തി ആര്? റോസമ്മ പുന്നൂസ്. കേരള നിയമസഭയിലെ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കർ ആര്? കെ. ഒ. ഐഷ ഭായി. കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം ലഭിച്ച ആദ്യ വ്യക്തി ആര്? വി. ആർ. കൃഷ്ണയ്യർ. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതാര്? എ. എ. അസീസ്.
ഒന്നാം കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി ആര്? ഉമേഷ് റാവു. ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കേരളത്തിലെ ഏക മന്ത്രി? കെ മുരളീധരൻ. കേരളത്തിൽ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ മന്ത്രി ആര്? വി കെ വേലപ്പൻ. ഒന്നാം കേരള മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്ര? 11. കേരള നിയമസഭയിലെ ആദ്യ സ്പീക്കർ ആര്? ആർ ശങ്കരനാരായണൻ തമ്പി. പഴച്ചാറുകൾ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? സോഡിയം ബെൻസോയേറ്റ്. ന്യൂക്ലിയർ ഫ്യൂഷൻ കണ്ടെത്തിയത് ഏത് വർഷമായിരുന്നു? 1939. ഗാമ കിരണങ്ങൾ കണ്ടെത്തിയത് ആരായിരുന്നു? പോൾ യു വില്യാർഡ്. ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് ആരായിരുന്നു? ആർക്കിമിഡീസ്. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അറിയപ്പെടുന്നു? കൊഹീഷൻ ബലം. വൈദ്യുതിയുടെ മികച്ച ചാലകമായ അലോഹം ഏതാണ്? ഗ്രാഫൈറ്റ്. അതിവേഗ ഊർജം ലഭിക്കുന്നതിനായി കായിക താരങ്ങൾ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? കാർബോഹൈഡ്രേറ്റ്. പെയിന്റുകളിൽ ഉപയോഗിക്കുന്ന പ്രധാന ഘടകം ഏതാണ്? ടൈറ്റാനിയം ഡയോക്സൈഡ്. ഏതൊക്കെ ലോഹങ്ങൾ ചേർന്ന സങ്കരമാണ് ബ്രോൺസ്? ടിൻ, ചെമ്പ്. ചെടികളിലെ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? മഗ്നീഷ്യം. മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. വനവൃക്ഷങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന മരം ഏതാണ്? തേക്ക് മരം. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വനസംരക്ഷണം. പ്രാചീന കാലത്ത് രത്നാകര എന്നറിയപ്പെട്ടിരുന്ന സമുദ്രം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രം. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം ഏതാണ്? ടെക്നീഷ്യം ആണ് കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം. ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ ആർച്ചറി കോമ്പൗണ്ട് വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയത് ആര്? ഓജസ് ദേവ്താൽ. ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ ബാഡ്മിൻ്റൺ ഡബിൾസിൽ സ്വർണം നേടിയത് ആരെല്ലാം? സാത്വിക് സായ്രാജ് രംഗി റെഡ്ഡി, ചിരാഗ് ഷെട്ടി. കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്കായി ഊർജ പരിസ്ഥിതി അവബോധം വളർത്തുന്നതിനായി വിദ്യാലയങ്ങളിൽ ആരംഭിക്കുന്ന ക്ലബ്ബ് ഏത്? എനർജി ക്ലബ് കേരള. കേരളത്തിലെ ആദ്യത്തെ പൊതുമേഖലാ കാരവൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? ബേക്കൽ. ICC
പുരുഷ ഏകദിന ലോകകപ്പിൽ ഏറ്റവും കുറഞ്ഞ പന്തിൽ സെഞ്ചുറി നേടിയ താരം ആര്? ഐഡൻ മക്രം. ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്കു വേണ്ടി 100ാമത് മെഡൽ നേടിയ ടീം ഏത്? വനിതാ കബഡി ടീം. ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെയും വനിതകളുടെയും കബഡി മത്സരങ്ങളിൽ സ്വർണം നേടിയ രാജ്യം ഏത്? ഇന്ത്യ. ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ പുരുഷ ക്രിക്കറ്റിൽ സ്വർണം നേടിയ രാജ്യം ഏത്? ഇന്ത്യ. 2023 ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൻ്റെ വേദി എവിടെ? പ്രയാഗരാജ്. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ പതാക അവതരിപ്പിച്ചത് എന്ന്? 2023 ഒക്ടോബർ 8. കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രം മാനവീയം വീഥി നിലവിൽ വരുന്ന ജില്ല ഏത്? തിരുവനന്തപുരം. ICC പുരുഷ ഏകദിന ലോകകപ്പിൽ ഏറ്റവും ഉയർന്ന ടീം സ്കോർ നേടിയ രാജ്യം ഏത്? ദക്ഷിണാഫ്രിക്ക. കേരളത്തിലെ ഗോത്ര സംസ്കാരത്തെ അന്താരാഷ്ട്ര തലത്തിൽ പരിചയപ്പെടുത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ഗോത്രഗ്രാമം. കേന്ദ്ര സർക്കാർ നേരിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും സ്ഥാപിക്കാൻ പോകുന്ന മാൾ ഏത് പേരിലറിയപ്പെടുന്നു? യൂണിറ്റി മാൾ. കേരളത്തിൽ യൂണിറ്റി മാൾ സ്ഥാപിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യത്തെ 3D സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച കെട്ടിടം ഏത്? അമേസ് 28. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്ത്? ഓപ്പറേഷൻ അജയ്. പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആര്? രോഹിത് ശർമ്മ. യുവാക്കളുടെ നേതൃശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ തുടങ്ങാൻ തീരുമാനിച്ച പുതിയ സ്വയംഭരണ സ്ഥാപനം ഏത്? മേരാ യുവഭാരത്. കേരള കാർഷിക സർവകലാശാല പോസ്റ്റ് ഹാർവെസ്റ്റ് വിഭാഗം പുറത്തിറക്കുന്ന വൈനിൻ്റെ പേരെന്ത്? നിള. 2023 നാഷണൽ സീനിയർ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെ? അയോധ്യ. സംസ്ഥാനത്തെ അതിദരിദ്ര കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടി കുടുംബശ്രീ ആരംഭിച്ച 100 ദിന പദ്ധതിയുടെ പേരെന്ത്? ഉജ്ജീവനം. 2023 14ാമത് JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആര്? കുഞ്ചാക്കോ ബോബനെ. സിനിമാ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പുറത്തിറക്കിയ രാജ്യം ഏത്? ഓസ്ട്രേലിയ. സ്ത്രീകൾക്ക്
10ാം ക്ലാസ് തുല്യതാ യോഗ്യത ഉറപ്പാക്കുന്നതിന് വേണ്ടി കുടുംബശ്രീ മുഖേന ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? യോഗ്യ. എം.പിമാരുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ പോർട്ടലിൻ്റെ പേരെന്ത്? ഇ-സാക്ഷി. ഇ-സാക്ഷി പോർട്ടലിലൂടെ രാജ്യത്ത് ആദ്യമായി കരാറുകൾക്ക് തുക ഓൺലൈൻ ആയി കൈമാറിയ ആദ്യ ജില്ല ഏത്? കോട്ടയം. 37ാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം ഏതാണ്? ഗോവ. കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക വൃക്ഷം ആയി പ്രഖ്യാപിക്കപ്പെട്ട വൃക്ഷം ഏതാണ്? കാഞ്ഞിരം. 2023 ഇന്ത്യൻ ഓഷ്യൻ റീം അസോസിയേഷൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗിനു വേദിയായ രാജ്യം ഏത്? ശ്രീലങ്ക. കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക ജീവി ആയി പ്രഖ്യാപിച്ചത് ഏതിന്? പാലപ്പൂവൻ ആമ. 2023 ഇക്വഡോറിനെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഡാനിയേൽ നബോവ. 2023 ഒക്ടോബറിൽ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആയി നിയമിതനായത് ആര്? അരിന്ദം ബാഗ്ചി. 2023 ന്യൂയോർക്ക് ടോയ് ഷോയിൽ പുരസ്കാരം നേടിയ മലയാളി വ്യവസായി ജി ബാലചന്ദ്രൻ പിള്ളയുടെ കളിപ്പാട്ട നിർമ്മാണ കമ്പനിയുടെ പേരെന്ത്? വൈൽഡ് റിപ്പബ്ലിക്. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം നിലവിൽ വന്നത് എവിടെയാണ്? കൊല്ലം. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏതാണ്? മൂന്നാർ. തേക്കടി വന്യജീവി സങ്കേതം സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാൾ. രാജ കേശവദാസന്റെ പട്ടണം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ആലപ്പുഴ. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം ഏതായിരുന്നു? മെക്സിക്കോ. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള രാജ്യം ഏതാണ്? അമേരിക്ക. ഒലിവർ ട്വിസ്റ്റ് എന്ന കൃതി രചിച്ചത് ആരാണ്? ചാൾസ് ഡിക്കൻസ്. ഓസ്കാർ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരായിരുന്നു? ഭാനു അത്തയ്യ. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ്? പത്തനംതിട്ട. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. 2023 ന്യൂസിലൻഡിലെ 42ാമത് പ്രധാനമന്ത്രി ആയി നിയമിതനായത് ആര്? ക്രിസ്റ്റഫർ ലക്സൺ. 2023 ഒക്ടോബറിൽ 100ാം വാർഷികം ആഘോഷിക്കുന്ന അമേരിക്കൻ വിനോദ മാധ്യമം ഏത്?
വാൾട്ട് ഡിസ്നി. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് 2023 ഒക്ടോബറിൽ ഇന്ത്യൻ നാവികസേന നടത്തിയ സൈനിക സുരക്ഷാ പരിപാടി ഏത് പേരിൽ അറിയപ്പെടുന്നു? സാഗർ കവച്. 2023 വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെൻറ്റിന് വേദിയാകുന്ന നഗരം ഏത്? റാഞ്ചി. 2023 നടക്കുന്ന 6ാമത് ദുരന്ത നിവാരണ കോൺഗ്രസിൻ്റെ വേദി എവിടെ? ഡെറാഡൂൺ. 2023 നടക്കുന്ന 6ാമത് ദുരന്ത നിവാരണ കോൺഗ്രസിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? അമിതാഭ് ബച്ചൻ. 2023 ഒക്ടോബറിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറിയ തദ്ദേശീയമായി നിർമ്മിച്ച സ്റ്റെൽത്ത് ഡിസ്ട്രോയർ പടക്കപ്പലിൻ്റെ പേരെന്ത്? INS ഇംഫാൽ. 2023 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത ഫുട്ബോൾ താരം ബോബി ചാൾട്ടൺ ഏത് രാജ്യത്തിൻ്റെ താരം ആയിരുന്നു? ഇംഗ്ലണ്ട്. കേരള ഫോക്ലോർ അക്കാദമിയുടെ കീഴിൽ ലിവിംഗ് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ? കനകക്കുന്ന്. 2023 ഒക്ടോബറിൽ ബിംസ്റ്റെക്കിൻ്റെ സെക്രട്ടറി ജനറൽ ആയി നിയമിതനായത് ആര്? ഇന്ദ്രമണി പാണ്ഡെ. സാമ്പത്തിക സാക്ഷരതാ പൂരം എന്ന പേരിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ച ബാങ്ക് ഏത്? കേരള ഗ്രാമീൺ ബാങ്ക്. 50 വയസ്സിന് മുകളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർബന്ധിത വിരമിക്കൽ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ ചരിത്രത്തിലാദ്യമായി സീസണിൽ 16 വിജയങ്ങൾ നേടിയ താരം ആര്? മാക്സ് വേർസ്റ്റപ്പാൻ. 2023 ബാലൺ ഡി ഓർ പുരസ്കാരത്തിന് അർഹനായ പുരുഷ ഫുട്ബോൾ താരം ആര്? ലയണൽ മെസ്സി. 2023 ബാലൺ ഡി ഓർ പുരസ്കാരത്തിന് അർഹനായ വനിതാ ഫുട്ബോൾ താരം ആര്? ഐതാന ബോൺമാറ്റി. 2023 മികച്ച ഫുട്ബോൾ ഗോൾ കീപ്പർക്കുള്ള യാഷിൻ ട്രോഫിക്ക് അർഹനായത് ആര്? എമിലിയാനോ മാർട്ടിനസ്. 2023 ഒക്ടോബറിൽ SBIയുടെ ബ്രാൻഡ് അംബാസഡർ ആയി നിയമിതനായ വ്യക്തി ആര്? MS ധോണി. ഇന്ത്യയിലെ ഡിജിറ്റൽ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഗൂഗിൾ ആരംഭിക്കാൻ തീരുമാനിച്ച സുരക്ഷാ പദ്ധതി ഏത്? ഡിജിറ്റൽ കവച്. വിദ്യാർത്ഥികൾക്കായി ജെ ഗുരുജി ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം ഏത്? ജാർഖണ്ഡ്. T20 ക്രിക്കറ്റിൽ അതിവേഗ അർദ്ധ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം ആര്? ആശുതോഷ് ശർമ്മ.
കേന്ദ്ര സർക്കാരിൻ്റെ മാതൃകയിൽ സ്വതന്ത്ര പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? മഹാരാഷ്ട്ര. 2023 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആര്? SK വസന്തൻ. 2023 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആര്? T പത്മനാഭൻ. 2023 നവംബർ 1 അന്തരിച്ച പ്രശസ്ത സംഗീതജ്ഞയും എഴുത്തുകാരിയും ആയ വ്യക്തി ആര്? ലീല ഓംചേരി. ഒരു ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ടീം എന്ന റെക്കോർഡ് നേടിയ രാജ്യം ഏത്? ദക്ഷിണാഫ്രിക്ക. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ബോട്ട് നിർമ്മിക്കുന്നത് എവിടെ? കൊച്ചിൻ ഷിപ്പ്യാർഡ്. വ്യത്യസ്ത മേഖലകളിൽ അസാധാരണ കഴിവ് കാട്ടുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന തലത്തിൽ നൽകാൻ തീരുമാനിച്ച പുരസ്കാരം ഏത്? ഉജ്ജ്വല ബാല്യം പുരസ്കാരം. ഇന്ത്യയുടെ 12ാമത് മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത് ആര്? ഹീരാലാൽ സമരിയ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആദ്യമായി ടൈം ഔട്ടിലൂടെ പുറത്താക്കപ്പെട്ട താരം ആര്? ഏഞ്ചലോ മാത്യൂസ്. ഏറ്റവും കൂടുതൽ കാലം അഭിഭാഷകനായി ജോലി ചെയ്തതിനുള്ള ഗിന്നസ് ബുക്ക് റെക്കോർഡ് നേടിയതാര്? അഡ്വക്കേറ്റ് ബി ബാലസുബ്രഹ്മണ്യ മേനോൻ. 2023 ഏഷ്യൻ വനിതാ ഹോക്കി ചാമ്പ്യൻസ് ട്രോഫിയിൽ കിരീടം നേടിയ രാജ്യം ഏത്? ഇന്ത്യ. 2023 യൂറോപ്യൻ യൂണിയൻ മനുഷ്യാവകാശ പുരസ്കാര ജേതാവ് ആര്? മഹ്സ അമിനി. നാഗാലാൻഡിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് ഏത് ജില്ലയിലാണ്? കൊഹിമ. സംസ്ഥാനത്തെ ആദ്യത്തെ സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം സ്ഥാപിതമാകുന്നത് എവിടെ? തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം അർദ്ധ അതിവേഗ റെയിൽപാത ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? ഡൽഹി, ഗാസിയാബാദ്, മീററ്റ്. ഇന്ത്യയുടെ 12ാമത് മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത് ആര്? ഹീരാലാൽ സമരിയ. 2023 പുറത്തിറങ്ങിയ അരുൾ എന്ന നോവൽ രചിച്ചത് ആര്? CV ബാലകൃഷ്ണൻ. ലാഹുൽ സ്പിതി താഴ്വര ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശ്. രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹൈപ്പോടെൻഷൻ. രക്തസമ്മർദ്ദം കൂടുന്ന അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹൈപ്പർ ടെൻഷൻ. മനുഷ്യഹൃദയം സങ്കോചിക്കുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നു? സിസ്റ്റോളിക് മർദ്ദം. മനുഷ്യഹൃദയം വികസിക്കുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദത്തെ
ഏത് പേരിൽ അറിയപ്പെടുന്നു? ഡയസ്റ്റോളിക് മർദ്ദം. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? അലൂമിനിയം. ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഷിപ്കില ചുരം. ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ലണ്ടൻ. ആധാർ നിയമം നിലവിൽ വന്നത് എപ്പോഴായിരുന്നു? 2016 മാർച്ച് 26. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ വ്യാപാര കുത്തക അവസാനിപ്പിക്കാൻ കാരണമായ നിയമം ഏതായിരുന്നു? ചാർട്ടർ നിയമം. ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം എന്തായിരുന്നു? മണികർണിക. ഗ്വാളിയോറിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? ഝാൻസി റാണി. ഝാൻസി റാണി കൊല്ലപ്പെട്ടത് ഏത് വർഷമായിരുന്നു? 1858. ഇന്ത്യയുടെ തണ്ണീർ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? രാജേന്ദ്ര സിംഗ്. മഹാകവി ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് ഏത് വർഷമായിരുന്നു? 1922. ഗജേന്ദ്ര മോക്ഷം എന്ന കൃതി രചിച്ചത് ആരായിരുന്നു? ശ്രീനാരായണ ഗുരു. പെരുമ്പളം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിൽ. കേരളത്തിൻ്റെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? നൂറനാട്. വിശ്വ ഹിന്ദി ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ജനുവരി 10. ആധുനിക ഹിന്ദി സാഹിത്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഭരതേന്ദു ഹരിശ്ചന്ദ്ര. നോവൽ സാമ്രാട്ട് എന്നറിയപ്പെടുന്ന ഹിന്ദി സാഹിത്യകാരൻ ആരാണ്? മുൻഷി പ്രേംചന്ദ്. ആധുനിക മീര എന്നറിയപ്പെടുന്ന ഹിന്ദി സാഹിത്യകാരി ആരാണ്? മഹാദേവി വർമ്മ. രാഷ്ട്രകവി എന്നറിയപ്പെടുന്ന ഹിന്ദി സാഹിത്യകാരൻ ആരാണ്? മൈഥിലി ശരൺ ഗുപ്ത. ലേ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്കരയിലാണ്? സിന്ധു നദി. നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിം. ഏത് സംസ്ഥാനത്താണ് കുളു താഴ്വര സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശ്. ഏത് ലിപിയിലാണ് ഹിന്ദി എഴുതപ്പെടുന്നത്? ദേവനാഗരി ലിപി.
ഹിന്ദിയിലെ ആദ്യത്തെ പത്രം ഏതാണ്? ഉദ്ദണ്ഡ മാർത്താണ്ഡ.